ഇപ്പോൾ വളരെ നോർമലായിട്ട് തോന്നുമെങ്കിലും ഒരു സമയത്ത് മാർവൽ ഫാൻസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെയർ ഡെവിൾ സീരീസ് MCUയിലൂടെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് മുറവിളികൾ കൂട്ടി അങ്ങനെ ഏറ്റവും അവസാനം നെറ്റ്ഫ്ലിക്സിൻ്റെ യൂണിവേഴ്സ് തന്നെ ക്യാൻസൽ ആവുകയും റൈറ്റ്സ് എല്ലാം മാർവലിൻ്റെ തിരിച്ച് കിട്ടുകയും ചെയ്തു. 2021 ഡിസംബർ 15 ഹോക്കായുടെ പെനൽറ്റിമേറ്റ് എപ്പിസോഡിൻ്റെ അവസാനം കിങ്പിനെ കാണിക്കുകയും തൊട്ടടുത്ത ദിവസം അതായത് ഡിസംബർ 16 രാവിലെ FDFSന് പോയപ്പോൾ അവിടെ തന്നെ നോവേ ഹോമിൽ മാറ്റ് മർഡോക്ക് വരികയും ചെയ്തു. അങ്ങനെ ആ ഒരു നെറ്റ്ഫ്ലിക്സ് യൂണിവേഴ്സ് MCUമായിട്ട് ക്യാനോണായി മാറി. അതിനുശേഷം വേറെ ചില പ്രൊജക്റ്റുകൾ ഇവർ വന്നു പോയെങ്കിൽ പോലും ഒരു പ്രോപ്പർ കണ്ടിന്യൂവേഷൻ ഡെയർ ഡെവിൾ സീരീസിന് കിട്ടുന്നത് വരാനിരിക്കുന്ന ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ സീരീസിലൂടെയാണ്. മാർച്ച് 4 സീരീസ് ആരംഭിക്കും. അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് ഒരു ഒന്നൊന്നര ട്രെയിലർ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു പഴയ ഒരു ഡെയർ ഡെവിൾ സീരീസിൻ്റെ ലെവൽ MCUയിലേക്ക് വരുമ്പോൾ പോകുമോ എന്നുള്ളത്. പക്ഷേ കിടിലൻ ഇംപ്രസീവ് ആയിട്ടുള്ള ട്രെയിലറിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പഴയ ക്യാരക്ടേഴ്സ് ഒരുപാട് തിരിച്ചു വരുന്നുണ്ട്, അതേപോലെ പുതിയ കുറേ ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടായിരിക്കും പഴയ സീരീസുകളാണെങ്കിലും MCUയിൽ ഇപ്പോൾ വന്നിട്ടുള്ള സീരീസുകളാണെങ്കിലും ഏതാണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിന് മുന്നേ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനെല്ലാം കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ബ്രേക്ക് ഡൗണിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. യൂട്യൂബ് ഇന്ത്യ സ്പോട്ട്ലൈറ്റിൽ ഒഫീഷ്യലി നമ്മുടെ കൊമിക് മന്ത്രയെ ഫീച്ചർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മിൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞ റീസെൻ്റ്ലി കൊമിക് റിലേറ്റഡ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് യൂട്യൂബ് ഇന്ത്യ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന 12 വീഡിയോസിൽ ഒന്ന് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന മിന്നൻമുഴയുടെ സീക്വൽ കോമിക്സിനെ പറ്റിയിട്ടുള്ള ഷോർട്ട് വീഡിയോ ആണ്. ആകെയുള്ള 12 വീഡിയോസിൽ കൊമിക് സ്റ്റോറി അടക്കമുള്ള ഇൻ്റർനാഷണൽ ചാനൽസിലെ വീഡിയോസും ഉണ്ട്. അതേപോലെ മലയാളത്തിൽ നിന്ന് നമ്മുടെ ഈ ഷോർട്ട് വീഡിയോയും പിന്നെ റീലോഡ് മീഡിയയുടെ ലോങ് വീഡിയോയും മാത്രമാണ് ഫീച്ചർ ചെയ്യപ്പെട്ടത്. ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ പഴയ നെറ്റ്ഫ്ലിക്സ് ഡെയർ ഡെവിളിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആണോ അതോ സ്റ്റാൻഡ് അലോൺ ആയിട്ട് MCUയിൽ ക്യാരക്ടേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ എന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് രണ്ടുമല്ല, രണ്ടിൻ്റെ ഒരു മിക്സ്ചറാണ് ഇപ്പോൾ വരുന്ന സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കഴിഞ്ഞ വർഷം X-Men 97 റിലീസായിരുന്നല്ലോ. 90s റിലീസായിട്ടുണ്ടായിരുന്ന X-Menൻ്റെ ഒറിജിനൽ ആനിമേറ്റഡ് സീരീസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് X-Men 97 വന്നത്. പക്ഷേ ആ പഴയ സീരീസ് കാണണമെന്ന് നിർബന്ധമില്ല. അത് കണ്ടിരുന്നാൽ എക്സ്പീരിയൻസ് ഒരുപാട് എൻഹാൻസ്ഡ് ആയിരിക്കും. പഴയ ഒരു ബാക്ക് സ്റ്റോറിയും ക്യാരക്ടേഴ്സിനെ പറ്റിയെല്ലാം നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. പക്ഷേ അത് കാണാതെ ജസ്റ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി മാത്രം അറിഞ്ഞിരുന്നാലും X-Men 97 കാണാൻ സാധിക്കും. അങ്ങനെ കണ്ട ഒരുപാട് പേരുണ്ട്. സെയിം തന്നെയാണ് ഡെയർ ഡെവിളിൻ്റെ കേസിലും. നിങ്ങൾ പഴയ ഡെയർ ഡെവിൾ സീരീസും ആ ഒരു ഹോളി യൂണിവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ ബിഗ്ഗർ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കത് കാണാൻ സമയമില്ലെങ്കിൽ പോലും ഈ ക്യാരക്ടേഴ്സിനെ പറ്റി ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ ഡയറക്റ്റായിട്ട് കാണുകയും ചെയ്യാം. എന്തായാലും ഇതിനൊന്നും ടൈമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ യൂണിവേഴ്സ് തന്നെ റീക്യാപ്പ് ചെയ്ത് ചാനലിൽ ഇടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ആദ്യത്തെ സീസൺ ഡെയർ ഡെവിളിൻ്റെ സ്റ്റോറി മൊത്തം വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ബാക്കിയുള്ളതിൻ്റെ വീഡിയോസും ഡെയർ ഡെവിൾ ആണെങ്കിലും ബാക്കിയുള്ള സീരീസിൻ്റെ ആണെങ്കിലും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെറ്റ്ഫ്ലിക്സ് യൂണിവേഴ്സിലെ സീരീസുകൾ മാത്രമല്ല MCUയിൽ നേരത്തെ ഇവർ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ടന്റുകളെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോക്കായി എപ്പിസോഡ് 5 ആദ്യമായിട്ട് കിങ് പിൻ അഥവാ വിൽസൺ ഫിസ്കിനെ ടീസ് ചെയ്തത്. തൊട്ടടുത്ത എപ്പിസോഡ് അഥവാ ഫിനാലെ എപ്പിസോഡിൽ ഫുള്ളായിട്ട് കിങ് പിൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്ന നോവേ ഹോമിൽ മാറ്റ് മർഡോക്കും വന്നു. അതിനുശേഷം മാറ്റ് മർഡോക്കായിട്ടും ഡെയർ ഡെവിളായിട്ടും ഷീഹൾക്കിലാണ് ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നത്. അതും നമുക്ക് ആദ്യമായിട്ട് ഒരു യെല്ലോ സ്യൂട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വിൽസൺ ഫിസ്ക് ആവട്ടെ എക്കോയിലാണ് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത്. ഹോക്കായി തന്നെ എക്കോ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വിൽസൺ ഫിസ്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിൽസൺ ഫിസ്കിൻ്റെ വളർത്തുമകളായിട്ടാണ് എക്കോ കോമിക്സിലുള്ളത്. ഇവിടെയൊക്കെ വരുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് എക്കോ സീരീസിൻ്റെ അവസാനം വിൽസൺ ഫിസ്ക് മേയർ ആവാം എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് സീസൺ സ്പോയിലറോ ഒന്നുമല്ല, ഏറ്റവും അവസാനം പുള്ളി എടുക്കുന്നൊരു ഡിസിഷനാണ്. സോ ആ ഒരു ഡിസിഷൻ്റെ കണ്ടിന്യൂഷനാണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിനിലോട്ട് വരുന്നത്. അങ്ങനെ മേയർ ആവാൻ നോക്കുന്ന വിൽസൺ ഫിസ്കിന് വേറെ കുറേ ത്രെറ്റുകൾ നേരിടേണ്ടി വരുന്നു. ആ ഒരു ത്രെറ്റുകൾക്കെതിരെ നിൽക്കാൻ വേണ്ടി തൻ്റെ പഴയ ശത്രുവിനെ തന്നെ അയാൾ കൂട്ടുപിടിക്കുന്നു. അങ്ങനെയാണ് മാറ്റ് മർഡോക്കുമായിട്ട് വിൽസൺ ഫിസ്ക് സംസാരിക്കുന്നത്. ആ ഒരു സീനാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കിങ് പിനും ഡെയർ ഡെവിളും തമ്മിലുള്ള റൈവലറിയുടെ ആഴം. എന്നിട്ട് കൂടെ ആ ഒരു ഈഗോ എല്ലാം മാറ്റി വെച്ച് കിങ് പിൻ ഡെയർ ഡെവിളിൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യുകയും ചെന്നെങ്കിൽ അപ്പുറത്തേക്കുന്ന വില്ലൻ ചില്ലറക്കാരനായിരിക്കില്ലല്ലോ. ഈ ഒരു സീരീസിൻ്റെ മെയിൻ വില്ലനായിട്ട് മ്യൂസ് ആയിരിക്കും വരുന്നത്. നേരത്തെ തൊട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും റീസെൻ്റ്ലി കൊമിക്കോണും ഒക്കെ വന്നപ്പോഴാണ് കൂടുതൽ കൺഫേം ആയത്. ഇപ്പോൾ അതേ ഒഫീഷ്യലി മ്യൂസിൻ്റെ ഫസ്റ്റ് ലുക്ക് തന്നെ നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. മ്യൂസിനെ പറ്റി പറയാനാണെങ്കിൽ ലുക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇച്ചിരി ടെററായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ലുക്കിനേക്കാൾ പേടിപ്പിക്കുന്നതാണ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ. ബേസിക്കലി പുള്ളിക്ക് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്തും സ്പീഡും എജിലിറ്റിയും ഒക്കെ ഉണ്ട്. അത്യാവശ്യം സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ് മ്യൂസ്. പക്ഷേ ഒരു സോഷ്യോപാത്തിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണിത്. ആൻഡ് ഒരുപാട് പേരെ കൊന്നൊടുക്കിയ ശേഷം തൻ്റെ വിക്ടിംസിൻ്റെ എല്ലാം ഡെഡ് ബോഡീസ് ബിനാലെയൊക്കെ ചെയ്യുന്ന പോലെ പല ആർട്ട് വർക്കായിട്ട് ചെയ്തു വെക്കുന്നതാണ് മ്യൂസിൻ്റെ ഒരു മെയിൻ വിനോദം. അതായത് അത്രത്തോളം സോഷ്യോപാത്തിക്കായിട്ടുള്ളൊരു വില്ലനാണ് മ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ട്രെയിലറിൽ തന്നെ കാണുന്നുണ്ട്. സോ നമ്മൾ ഇതുവരെ കണ്ട ഡെയർ ഡെവിൾ വില്ലൻസിൽ നിന്ന് കുറച്ചുകൂടെ ബിഗ്ഗറായിട്ട് നിൽക്കുന്നൊരു വില്ലനാണ് മ്യൂസ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡാർക്ക് ആൻഡ് ഗ്രിറ്റി ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും ഈ സീസണിൽ നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കുക. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ ഒറിജിനലി ഷൂട്ട് ചെയ്ത വേർഷൻ അല്ല ഇപ്പോൾ വരുന്നതെന്നുള്ളത്.
ഒറിജിനലി ഷൂട്ട് ചെയ്തതിൽ മാറ്റ് മർഡോക്ക് ആൻഡ് വിൽസൺ ഫിസ്ക് ആക്ടേഴ്സിനെ മാത്രം കൊണ്ടുവന്ന് പുതിയ കുറേ ക്യാരക്ടേഴ്സും ഒക്കെ ആയിട്ടായിരുന്നു അവർ ഷൂട്ട് ചെയ്തത്. പക്ഷേ അതിൽ തന്നെ ലീഗൽ സൈഡിലോട്ട് അത് കുറച്ചുകൂടെ പോയി. ആക്ഷൻ സൂപ്പർ ഹീറോ സ്റ്റഫിനെക്കാട്ടി കൂടുതൽ കോർട്ട് റൂം ഡ്രാമയിലോട്ട് അത് മാറിപ്പോയി. അങ്ങനെ അതൊക്കെ കൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ആ വേർഷൻ മാറി. അങ്ങനെ എടുത്തത്രയും ക്യാൻസൽ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്ത് ഒന്നേന്ന് വീണ്ടും റീഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു വെർഷനാണ് നമ്മളിപ്പം വരാനിരിക്കുന്ന സീരീസിലുള്ളത്. ആൻഡ് ഇതിൽ പഴയ ആക്ടേഴ്സിനെ എല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത മാറ്റിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ഫോഗി നെൽസണും കേരൻ പേജിനെ നമുക്ക് ഒരുമിച്ച് എല്ലാവരും 3 പേരും കൂടി ഒരുമിച്ചുള്ള ഷോട്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം. അതേപോലെ ബെൻ പോയിൻറ്റെക്സ്റ്റർ അഥവാ ബുൾസയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 3 ഷോട്ട്സാണ് ആക്ച്വലി കിട്ടുന്നത്. ഒന്ന് ജയിലിൽ നിന്ന് ബുൾസയെ കൊണ്ടുപോകുന്നത്, 2 കേരൻ പേജ് ഒരു കോർട്ടിൽ നിൽക്കുന്ന സീനാണ്. മോസ്റ്റ് ലൈക്ലി ഇത് ബുൾസയുടെ കേസിനെ പറ്റിയിട്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അടുത്തത് നമ്മൾ പുകയിൽ ബുൾസൈ കോസ്റ്റ്യൂം ഒരു ചെറിയ രീതി കാണുന്നതാണ്. അപ്പോൾ മിക്കവാറും മ്യൂസിനൊപ്പം ടീമപ്പ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ തന്നെയോ ഡെയർ ഡെവിൾ ഒരു ത്രെറ്റായിട്ട് ബുൾസൈ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ അത് ഏകദേശം വ്യക്തമാവുന്നുണ്ട്. ഇനിയിപ്പം മ്യൂസും ബുൾസയും കൂടെ ടീമപ്പ് ആവുകയാണെങ്കിൽ ഡെയർ ഡെവിളിന് കൂടെ നിൽക്കിയ ഒരാൾ വേണമല്ലോ. അതിനാണ് ഫ്രാങ്ക് കാസിൽ അഥവാ പണിഷർ. പണിഷറിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടുകയാണ്. ആൻഡ് തൻ്റെ പഴയ ലൈഫെല്ലാം ഉപേക്ഷിച്ച് ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മൊത്തം താടി മുടിയൊക്കെ വളർത്തി. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ ഏറ്റവും അവസാനം പണിഷറായിട്ട് തന്നെ ഒരു പഴയ കോസ്റ്റ്യൂം തോക്കൊക്കെ ആയിട്ട് പുള്ളി ഡെയർ ഡെവിളിനെ ഹെൽപ്പ് ചെയ്യാൻ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മ്യൂസിനെയും ബുൾസയും നേരിടാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ടീമപ്പ് ആവുന്നിടത്തായിരിക്കും ഒരു ഫിനാലെ എപ്പിസോഡ് നടക്കുക എന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബോൺ അഗെയിനിലൂടെ MCUലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടറാണ് വൈറ്റ് ടൈഗർ. വൈറ്റ് ടൈഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരിക അൾട്ടിമേറ്റ് സ്പൈഡർമാൻ കാർട്ടൂണിലുണ്ടായിരുന്ന അവ അയാൾ എന്ന ഫീമെയിൽ വേർഷനായിരിക്കും. എന്നാൽ അവ അയാളേക്ക് മുന്നേ തന്നെ അവയുടെ അച്ഛനായിട്ടുള്ള ഹെക്ടർ അയാളെയാണ് കോമിക്സിൽ വൈറ്റ് ടൈഗറായിട്ട് മാറുന്നത്. ഇൻഫാക്ട് മാർവലിൻ്റെ ആദ്യത്തെ ഹിസ്പാനിക് സൂപ്പർ ഹീറോയും ഈ വൈറ്റ് ടൈഗർ തന്നെയാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു മിസ്റ്റിക്കൽ ജേഡ് ടൈഗർ അമുലറ്റ്സ് ഇദ്ദേഹത്തിന് കിട്ടുകയും അതിലൂടെ അദ്ദേഹത്തിന് എൻഹാൻസ്ഡ് സൂപ്പർ പവേഴ്സ് കിട്ടുകയും ചെയ്തു. അതായത് സ്പീഡ്, സ്ട്രെങ്ത്, അജിലിറ്റി അങ്ങനെ ബേസിക് ആയിട്ടുള്ള എൻഹാൻസ്ഡ് സൂപ്പർ പവേഴ്സ് അദ്ദേഹത്തിന് കിട്ടുന്നു. ഈ പവേഴ്സ് കിട്ടിയോടുകൂടി വൈറ്റ് ടൈഗർ എന്നൊരു പേഴ്സോണെ ഏറ്റെടുത്ത് ഇയാൾ വിജിലാൻറ്റി ആയിട്ട് ക്രൈം ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങും. എന്നാൽ യൂഷ്വലി പോലീസ് ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചൊരു ക്രൈം നടത്തുന്ന ആളായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ മാറ്റ് മർഡോക്കാണ് ഇദ്ദേഹത്തിന് വക്കീലായിട്ട് വന്നിട്ടുള്ളതും. ഈ ഒരു സീരീസിലേക്ക് വരുമ്പോഴും അങ്ങനെയുള്ള എലമെൻറ്റ്സ് കാണാൻ സാധ്യതയുണ്ട്. അതിനോ ഒരുപാട് പേർക്ക് അയാളെ കാണാനായിരുന്നു താല്പര്യം. പക്ഷേ വി ആർ ഗെറ്റിംഗ് ഹെക്ടർ അയാളാണ്. ഇപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡിലുണ്ടായിരുന്നൊരു ബയസ് വെച്ചിട്ട് എല്ലാം അങ്ങനെ ആവണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഫ്യൂച്ചറിൽ സ്പൈഡർമാൻ 4 ഒക്കെ വരുമ്പോഴത്തേക്കും അതിൽ അയാളെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ഒരു ട്രെയിലറിലെ ഏറ്റവും എക്സൈറ്റിംഗ് സീൻ ഡെയർ ഡെവിളിൻ്റെ ഒരു സെറ്റ് ഓഫ് ഹെൽമെറ്റ്സ് കാണിച്ചാണ്. പക്ഷേ ഈ ഒരു സീൻ നേരത്തെ തന്നെ കൊമിക് കോണിലെ ട്രെയിലറിൽ നിന്ന് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കണ്ട് വണ്ടർ അടിച്ചിരുന്ന സാധനത്തിൻ്റെ HD വെർഷൻ ഇപ്പോൾ എന്തായാലും കിട്ടി. സോ നമുക്കെല്ലാവർക്കും ഷീഹൾക്ക് കണ്ടപ്പോൾ തൊട്ടേ ഉള്ളൊരു പേടിയായിരുന്നു ഇനി ബോൺ അഗെയിൻ വരുമ്പോഴും ഈ ഒരു മഞ്ഞ ഹെൽമെറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. കാരണം പഴയതിൽ നിന്ന് ഒത്തിരി ഡിഫറൻ്റ് ആയിട്ട് ലൈറ്റ് ഓൺ ആയിട്ടാണ് അത് തോന്നിയത്. ഷീഹൾക്കിൻ്റെ മൂഡുമായിട്ട് അത് സെറ്റായെങ്കിൽ പോലും ഡെയർ ഡെവിൾ ബോൺ അഗെയിനിലോട്ടൊക്കെ വരുമ്പോൾ അത്ര സീരിയസ് സിറ്റുവേഷനിൽ ഈ മഞ്ഞ ഹെൽമെറ്റ് ഒരിക്കലും സ്യൂട്ടാവത്തില്ല. പക്ഷേ മഞ്ഞ അടക്കം ഒരുപാട് കളർ ഹെൽമെറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ എല്ലാ സ്യൂട്ടുകളും ഡെയർ ഡെവിൾ ഈ സീരീസിലുടനീളം ഇടുന്നത് തന്നെയാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ മൊത്തം 18 എപ്പിസോഡാണുള്ളത്. അതായത് 9 എപ്പിസോഡിലെ 2 സീസൺ, ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വെച്ചാണ് റിലീസ് ആവുക. അങ്ങനെ സീസൺ 1 മാർച്ച് 4 ഈ വർഷം സ്റ്റാർട്ടാവും. സീസൺ 2 അടുത്ത വർഷം വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഡൂംസ്ഡേക്ക് മുന്നേ വന്നിരുന്നാൽ അത്രയും നല്ലതായിരുന്നു. അതേപോലെ തന്നെ സ്പൈഡർമാൻ 4 അടുത്ത വർഷമാണ് റിലീസ് ആവുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് ശേഷം, അതായത് ഡൂംസ്ഡേക്കും സീക്രട്ട് വാഴ്സിനും ഇടയിലുള്ള ഒരു മൂവിയായിട്ടാണ് സ്പൈഡർമാൻ 4 വരുന്നത്. സ്പൈഡർമാൻ 4ന് ടൈറ്റിൽ ഇത് ഇട്ടിട്ടില്ല. ഒറിജിനൽ പ്ലാനിൽ സ്പൈഡർമാൻ 4ൽ ഡെയർ ഡെവിളും കിങ് പിനും ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ്റെ ഒരു കണ്ടിന്യൂഷനും കൂടെ ആയിട്ടാണ് സ്പൈഡർമാൻ 4 വരുന്നതെന്നൊക്കെയായിരുന്നു ഒറിജിനൽ പ്ലാൻ. എന്നാൽ സോണിക്ക് ഇപ്പം സിംബിയോട്സിനെയും നൾദ സിംബിയോട്ട് ഗോഡിനെയൊക്കെ ഇതിൽ കൊണ്ടുവരണമെന്ന് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ റീറൈറ്റ് ഈ സ്ക്രിപ്റ്റിന് പോകുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ പുതിയ സ്പൈഡർമാൻ 4ൽ കിങ് പിനും ഡെയർ ഡെവിളും വൈറ്റ് ടൈഗറും ഒക്കെ ഉണ്ടാവും നമുക്ക് അറിയത്തില്ല. പക്ഷേ തുടക്കത്തിലൊരു മൈനർ ക്യാരക്ടേഴ്സായിട്ട് ചെറിയ കണക്ഷൻ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതായത് തുടക്കത്തിൽ കോൺഫ്ലിക്ട്സിൽ ഡെയർ ഡെവിളിൻ്റെ മറ്റൊരു ചെറിയ കെമിയോ വന്നിട്ട് പിന്നീട് ഫുൾ മൾട്ടിവേഴ്സൽ ലെവലിൽ നള്ളു വരുന്നൊരു കഥയാവാനായിരിക്കും സ്പൈഡർമാൻ 4ൻ്റെ പോക്കെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിന് ഒരുപാട് പേർക്ക് ഈ ഒരു ട്രെയിലർ ബ്രേക്ക്ഡൗണെക്കാട്ടി കൂടുതൽ ആവശ്യം നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു പഴയ സീരീസുകളായിക്കോട്ടെ, MCUയിൽ ഒരു അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്ന എക്കോ ഷീകൾക്ക് ഉള്ള കണ്ടന്റ് ആയിക്കോട്ടെ, ഇതിൽ ഏതൊക്കെ കാണണം, ഏതൊക്കെ കാണണ്ട, ഏതൊക്കെ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയാനുള്ളൊരു വീഡിയോ ആണ്. അതൊരുപാട് നമുക്ക് പറയാനുള്ളതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ സീരീസുകളുടെയും റീക്യാപ്പും എക്സ്പ്ലനേഷനും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഡെയർ ഡെവിൾ സീസൺ 1ൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ മാർവൽ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ്, വാട്സപ്പ് ഒരു ചാനലും ഉണ്ട്. റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് അതും കൂടുതൽ ഫോളോ ചെയ്തേക്കുക. സോ മറ്റൊരു കണ്ടുപോകുന്നതായിരിക്കും. ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.